സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ലൈഫ് സപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതവും സ്വപ്നങ്ങളും തന്നെ തകർത്തു കളയുന്ന ആ 7 ശത്രുക്കളെക്കുറിച്ചാണ്. ഇവരെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറക്കി വിട്ടില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ, ലക്ഷ്യങ്ങൾ, പണം, സമ്പത്ത്, വിജയം, സത്കീർത്തി ഇതൊക്കെ ഈ 7 പേരും ചേർന്നങ്ങ് പങ്കിട്ടെടുക്കും. അതുകൊണ്ട് നമുക്കിവരെ ജീവിതത്തിൽ നിന്നും പുറത്താക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ആദ്യത്തെ പേടിയെന്ന് പറയുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ പിന്മാറാറില്ലേ? അതിന് കാരണം നിങ്ങൾക്ക് നിങ്ങളിലും നിങ്ങളുടെ കഴിവിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിശ്വസിക്കാത്തപ്പോൾ പിന്നെ ഈ ലോകം എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നിങ്ങളുടെ സെൽഫ് ഡൗട്ട് നിങ്ങളൊരു കാര്യം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അത് അവസാനിപ്പിക്കുന്നു. ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടിയുണ്ടാകുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെ അതിനു വേണ്ടി പ്രയത്നിക്കാൻ കഴിയും? എങ്ങനെ ലക്ഷ്യത്തിലെത്താൻ പറ്റും? അതിനാൽ സ്വയം സംശയിക്കുന്നത് നിർത്തുക, നിർത്തിയേ മതിയാവൂ. നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അത് ഏത് സാഹചര്യത്തിലായാലും നേടിയേ പറ്റൂ എന്ന വിശ്വാസവും ധൈര്യവും നിങ്ങൾക്കുണ്ടാകണം. അതിനായി നിങ്ങൾ ശ്രമിക്കണം. മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ആ ലക്ഷ്യത്തെ നിങ്ങൾ വീണ്ടും വീണ്ടും മനഃപൂർവ്വം ഓർക്കണം. ലക്ഷ്യത്തെക്കുറിച്ച് ഫിയർ തോന്നുമ്പോൾ ആ ലക്ഷ്യത്തെ തന്നെ നോക്കി നിന്നുകൊണ്ട് ഇങ്ങനെ പറയണം: വെല്ലുവിളികൾക്ക് ഞാൻ തയ്യാറാണ്, ഞാൻ നിന്നെ കീഴടക്കിയിരിക്കും, ഇതെൻ്റെ ജന്മ ഉദ്ദേശ്യമാണ്. ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, കാരണം ഞാൻ എന്നിൽ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് വിജയിച്ചേ പറ്റൂ, എനിക്കിത് നേടിയേ പറ്റൂ. ഞാൻ എന്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ഞാൻ അതായി തീർന്നിരിക്കും. വിജയം എൻ്റെ അവകാശമാണ്. ഇങ്ങനെ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് സ്വയം നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അഫർമേഷൻസ് കൂടി പറയുക. ആ ലക്ഷ്യത്തെ കൈക്കുള്ളിൽ മുറുക്കി പിടിച്ച് നെഞ്ചോട് ചേർത്ത് വച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് നീങ്ങണം, വിജയിക്കുന്നത് വരെ. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങളുടേത് മാത്രമാണ്. അത് നേടാനും നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾക്കത് ചിന്തിക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ, നേടാനുള്ള കരുത്തുമുണ്ടെന്ന് സ്വയം ഉറച്ചു വിശ്വസിക്കൂ. മുന്നോട്ടു പോകൂ. നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഈ നിമിഷം തന്നെ ധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചു തുടങ്ങൂ. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കിത് ചെയ്യാനുള്ള ശക്തിയുണ്ട്, എനിക്കിത് ചെയ്യാനുള്ള ധൈര്യമുണ്ട്, എനിക്കിത് ചെയ്യാനുള്ള അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങി വിജയിച്ചു വരൂ സുഹൃത്തേ. നിങ്ങളുടെ രണ്ടാമത്തെ ശത്രുവാണ് കാര്യങ്ങളെ മടിയോടെ മാറ്റിവെക്കുന്ന ശീലം. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സത്യസന്ധതയോടെ ആഗ്രഹിച്ചാൽ, അതിനോട് ആത്മാർത്ഥതയും നീതിയും പുലർത്തിയാൽ മടിയൊക്കെ താനേ മാറും. നാളെ എന്ന് മാറ്റിവെക്കാൻ തോന്നിയാൽ ഇപ്പോൾ തന്നെ ചെയ്യുന്ന ഒരു ശീലത്തെ നിങ്ങൾ ഉണ്ടാക്കണം. മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് മനസ്സിന് അടിമയായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ കംഫർട്ട് സോണിലാണ്. അതാണ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം നേടുക എന്നത് വളരെ പ്രയാസമായിരിക്കും. ലക്ഷ്യമൊന്ന് നിശ്ചയിച്ച ശേഷം അതിനുവേണ്ടി പ്രവർത്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തുടരുന്നത്, അങ്ങനെ തുടരാൻ നിങ്ങൾക്ക് താല്പര്യപൂർവ്വം നിർദ്ദേശം നൽകുന്നതും ഈ മനസ്സ് തന്നെയാണ്. അങ്ങനെ തുടരുന്നത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. നിങ്ങളിപ്പോൾ ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അതിനുള്ള പോരായ്മകളെക്കുറിച്ച് നിങ്ങളെങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് മനസ്സിൻ്റെ ഒരു കളിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങളുടെ ലക്ഷ്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പ്ലാനിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കണം. അപ്പം മനസ്സ് പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ പറയുന്നത് മനസ്സ് കേൾക്കണം. അത് മനഃപൂർവ്വമായിട്ട് നിങ്ങളങ്ങനെ മാറ്റിക്കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ അലസതയിലേക്ക് നിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ മനസ്സ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുകളും പ്ലാനുകളും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കുന്ന രീതി നിൽക്കാൻ തുടങ്ങും. സുഹൃത്തെ, നിങ്ങളുടെ നാലാമത്തെ ശത്രുവാണ് പരാജയപ്പെടുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ പരാജയ ഭീതി. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങി, അതിൽ ആദ്യം തോറ്റു, രണ്ടാമത് തോറ്റു, നിങ്ങൾ നിർത്തണ്ട, വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. ഒരു കാര്യവും നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയരുത്. മിക്കപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ ആ ലക്ഷ്യങ്ങളുടെ വിജയത്തിൻ്റെ പടിവാതിൽ വരെ എത്തിയിട്ടുണ്ടാവും. ഒരല്പം കൂടി മാത്രമായിരിക്കും ആ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരുന്നത്. അതുകൊണ്ട് വീണ്ടും
വീണ്ടും നിങ്ങളത് ശ്രമിക്കണം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം ആ തോൽവിക്ക് പിന്നിൽ. അതൊന്ന് ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മതി. പിന്നീടുള്ള പരിശ്രമത്തിൽ കൂടി നിങ്ങൾക്കതിൽ വിജയിക്കാൻ പറ്റും. ഒരു പക്ഷേ അതിൽ നിങ്ങൾ നേടിയ അറിവിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ആ ജീവിതത്തിലെ ഡിസിപ്ലിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലവഴിച്ച സമയക്കുറവായിരിക്കാം. ഏതായാലും അതൊന്ന് കണ്ടെത്തി പരിഹരിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് പരാജയത്തെ ഭയക്കണ്ട. അതിൽ നിന്നും പഠിക്കാവുന്നിടത്തോളം നിങ്ങൾ പഠിച്ചുകൊണ്ട് കൂടുതൽ പരിശ്രമിച്ച് മുന്നേറുക. അഞ്ചാമത്തെ ശത്രു എന്ന് പറയുന്നത് സമയത്തിന് വില കൽപ്പിക്കാതിരിക്കുന്നതാണ്. സമയത്തെ പാഴാക്കി കളയുന്നവർക്ക് ഒരിക്കലും, അതായത് ടൈം മാനേജ്മെൻറ്റ് പഠിക്കാത്തവർക്ക് ഒരിക്കലും ഒരു ലക്ഷ്യത്തിലും എത്തിച്ചേരാൻ കഴിയില്ല. സമയത്തിന് അത്രത്തോളം വിലയുണ്ട്. അപ്പം ഞാൻ ഈ സമയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങളുടെ ആറാമത്തെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന നിങ്ങളെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകളാണ്. അപ്പം നിങ്ങളെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകൾ, അതായത് നിരാശ നിറഞ്ഞ ചിന്തകൾ, അതുമൂലമുണ്ടാകുന്ന സങ്കടങ്ങൾ, വിദ്വേഷം, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള അവമതിപ്പിന് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് കുറയുന്നതിനുള്ള കാരണമാകും. ഇതാണ് ഏതൊരു മനുഷ്യനും മാറ്റാനും ഏറ്റവും പ്രയാസമുള്ള കാര്യം. അല്ലെങ്കിൽ ചിലർക്ക് അസൂയയായിരിക്കും. അപ്പം എന്തായാലും ഇവിടെ നിങ്ങൾക്ക് നിരാശയുടെ അല്ലെങ്കിൽ അസൂയയുടെയൊക്കെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ ആലോചിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മനഃപൂർവ്വം അതൊരു ശീലമാക്കി മാറ്റണം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ അതായി തീരാൻ എനിക്ക് സാധിക്കുമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക. നിങ്ങളുടെ ഏഴാമത്തെ ശത്രു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതാണ്. ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ പറയില്ലേ, ഞങ്ങൾ ഒരുമിച്ചാണ് ആ ഒരു കാര്യത്തിന് പോയത്, അവൾക്ക് അല്ലെങ്കിൽ അവനത് കിട്ടി, എനിക്കത് കിട്ടിയില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, കമ്പൈൻ സ്റ്റഡി ആയിരുന്നു, അവന് നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ അവൾക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്കത് കിട്ടിയില്ല. ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോടുകൂടിയുള്ള താരതമ്യപ്പെടുത്തൽ നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു, ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്, നാളെ എവിടെയായിരിക്കണം. ഇന്നലെ എൻ്റെ ആരോഗ്യത്തിൽ ഞാൻ എവിടെയായിരുന്നു, ഇന്ന് എവിടെ നിൽക്കുന്നു. ഇന്നലെ എൻ്റെ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ജോലിയുടെ, ബിസിനസ്സിൻ്റെ, ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ എവിടെയായിരുന്നു, ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. നാളെയെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. നാളെ സമ്പത്തിൻ്റെ കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കണം. ഇന്നലെ ഞാൻ ഇതായിരുന്നു, നാളെ എനിക്കിതാണ് ആവേണ്ടത്, അത് ഞാൻ അതായി തീരും. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾ താരതമ്യപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം. ഓരോ വ്യക്തിക്കും അയാളുടെ മനസ്സും സാഹചര്യങ്ങളും ചിന്തകളും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ഇച്ഛാശക്തി വ്യത്യസ്തമാണ്. ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. അവർ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രയത്നങ്ങളും കഠിന പ്രയത്നങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം അവസാനിപ്പിച്ച് ലക്ഷ്യത്തിന് വേണ്ടി സ്വയം പ്രവർത്തിച്ചു തുടങ്ങണം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പ്രചോദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പഠിക്കണം. ഒരു അല്പം പോലും സമയം പാഴാക്കി കളയരുത്. സമയം പാഴാക്കി കളയാതെ സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 7 ശത്രുക്കളെ നിങ്ങൾ എന്തായാലും പുറത്താക്കണം. ഒപ്പം നിങ്ങൾ പഠിക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹിതരല്ലെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനും പറ്റിയ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു സമയം ഇത് തന്നെയാണ്. ആ സമയത്തെ നിങ്ങൾ പാഴാക്കാതെ പ്ലാൻ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കൂ. എന്തായാലും എല്ലാവർക്കും ഒരു വിജയമുണ്ടാകട്ടെ, ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.